ഉപവാസ പ്രാർത്ഥനയുടെ 6ാം പകലിൽ നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാവണം. കഴിഞ്ഞ 5 ദിവസവും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് കഴിപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും ജീവിപ്പാനുള്ള ദൈവകൃപയും തന്ന് നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ വസ്തുവകൾക്കോ മൃഗസമ്പത്തുക്കൾക്കോ ഒരു കഷ്ടവും നഷ്ടവും വന്നു ഭവിക്കാതെ, നമ്മുടെ ദേശത്തിൽ ഒരനർത്ഥവും സംഭവിക്കാതെ കർത്താവ് നമ്മെ കാത്ത് പരിപാലിച്ച് ഈ പകൽക്കാലവും ദൈവമുഖത്തേക്ക് നോക്കാൻ കൊണ്ടുവന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. നമ്മൾ ചേർന്നാണ് ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. സ്തോത്രം. നമുക്ക് ചേർന്ന് വായിക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പിന്നെ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നാം ആദിയോടന്തം പരിശോധിച്ചാൽ അതിനകത്ത് മൊത്തം കാണുവാൻ കഴിയുന്നത് സ്വർഗലോകത്തിൽ നിന്ന് താണലോകത്തിലേക്ക് തൻ്റെ മാനവരാശിയോടുള്ള സ്നേഹത്തിൻ്റെ പൂർത്തീകരണം വരുത്തുവാൻ ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ചാണ്. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ കരുണ തോന്നുന്ന ദൈവം തൻ്റെ മക്കളോട് പറയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന് 46-ാം വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? സ്തോത്രം. നാം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് കർത്താവ് നമ്മോട് ചോദിക്കുക. സ്തോത്രം. ഈ ലോകത്തിൻ്റെ സ്നേഹം ശാശ്വതമല്ല. അത് ഈ ലോകത്തിൻ്റെ മക്കൾ അന്വേഷിക്കുന്നുണ്ട്, അത് വ്യർത്ഥമായും അവരന്വേഷിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ ശാശ്വതമായി ആ സ്നേഹത്തിൽ വസിക്കുന്നു. ഈ നല്ല പകൽക്കാലം ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം അനുഭവിച്ചതുകൊണ്ടാണ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് നാം ദൈവസന്നിധി വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലുകൾ താൻ സ്നേഹിക്കുന്ന മക്കളുടെ കൂടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുക മാത്രമല്ല, അത് നിവർത്തിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യും. വാഗ്ദത്തം പറഞ്ഞിട്ട് സർവശക്തനായ ദൈവം മാറിപ്പോകത്തില്ല, അത് നിവർത്തിച്ചു തരും. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നീ പലപ്പോഴും ലോകത്തിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നത് എൻ്റെ സങ്കടം കാണുവാൻ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുവാൻ, എൻ്റെ ഒറ്റപ്പെടലിൽ എൻ്റെ കൂടെ ഒന്ന് വരുവാൻ എനിക്കാരുമില്ലല്ലോ. ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞവർ അത് കേട്ടിട്ട് നിസാരമായി എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയല്ലോ. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നീ മാനസികവും ശാരീരികമായി തളർന്നപ്പോൾ നീ വീഴാതെ താങ്ങിയത് സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എന്നെ മറന്നു കളഞ്ഞുവോ? ആ ഒരു ചോദ്യം ദൈവത്തോട് ചോദിപ്പാൻ നാം തയ്യാറായാൽ കർത്താവ് പറയും, ഇല്ല കുഞ്ഞെ, ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്, ഭൂമിയിൽ നിന്ന് നിനക്ക് ലഭിക്കും.
മനുഷ്യരെല്ലാം സ്വാർത്ഥരാ. ആ സ്വാർത്ഥത മൂലം സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും ഒന്ന് കരുതാൻ അവർ തയ്യാറാകാതെ പോകുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മേൽ പാപം പെരുകി അവൻ്റെ ജീവിതം ശാപത്തിനടിമയായി. എത്ര ശ്രമിച്ചിട്ടും മുൻപോട്ട് കയറി വരാൻ കഴിയാതെ വണ്ണം അവൻ വല്ലാത്ത കഷ്ടത്തിൽ വീണ് കിടക്കുമ്പോൾ കർത്താവ് പറയാ, ഭയപ്പെടണ്ടെന്ന്. നീ എന്നോട് അടുത്തു വരുമെങ്കിൽ ഞാൻ നിന്നോട് അടുത്തു വരും. ഈ നല്ല പകലിൽ ലോകത്തിൽ ആരുടെ അടുക്കൽ പോയാലും നാം ആഗ്രഹിക്കുന്ന സന്തോഷമോ സമാധാനമോ പൂർണ്ണമായി ലഭിക്കത്തില്ല. പൂർണ്ണമായി അത് ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരണം. കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം കർത്താവിനോട് കൂടെ ഇരുന്ന് അവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് അത് പ്രകാരം ജീവിക്കുകയും അത് പ്രകാരം യാത്ര ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് താഴെ ലോകത്തിലേക്ക് വന്ന കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള ആ സ്നേഹം നമ്മിലുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം ഒന്ന് പരിശോധിക്കണം. പറഞ്ഞല്ലോ, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 6-ാം അധ്യായം 46-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പം കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം ശുഭമായും സുഖമായും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്കൊന്ന് വായിക്കാം, എങ്ങനെയാണ് നമുക്കതിനെ കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം ഉച്ചത്തിൽ ഒരാൾ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്തോത്രം. പാപം ചെയ്ത ആദാമ്യവർഗത്തിൻ്റെ പാപം സർവശക്തനായ ദൈവം ക്ഷമിച്ചു. അത് മാനവരാശിയുള്ള കാലത്തോളം തന്നോട് തൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരുടെ സ്നേഹം ദീർഘമായി ദൈവം ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. അടുത്തേ, ദയ അതിൻ്റെ പിന്നിലുണ്ടാകും. ആ ക്ഷമയുടെ പിന്നിൽ ദയ ഉണ്ടാകും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ പേരിൽ നിന്നെ ചൂഷണം ചെയ്യത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം അത് ചൂഷണം ചെയ്യുന്ന സ്നേഹമല്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അത് കൊടുത്താൽ അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് നിനക്കും ആ സ്നേഹം തിരിച്ചു കിട്ടും. സ്തോത്രം. അടുത്തേ, ആ സ്നേഹത്തിനകത്ത് എന്തില്ലെന്നറിയാമോ? നിഹളം അടങ്ങിയിരിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരുടെയും മുമ്പിൽ ചെന്ന് സ്നേഹമാണെന്ന് പറഞ്ഞ് കാണിക്കും, പക്ഷേ നമ്മുടെ അകത്ത് എന്തില്ല? സ്നേഹമില്ല. പിന്നെ എന്തിനാണ് ഈ സ്നേഹം അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതെന്നറിയാമോ? അവരെ ചൂഷണം ചെയ്യാനാ. കർത്താവ് പറയാ, ആ സ്നേഹമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്നേഹം. നിങ്ങളുടെ ബലഹീനതയിൽ ബലമാകാൻ വേണ്ടിയാ ഞാൻ നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരുന്നത്. സ്തോത്രം. നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനാ ഞാൻ ആ സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ നല്ല പകലിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മിൽ നിന്ന് തിരിച്ചാ സ്നേഹം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടാ. അടുത്ത, സ്നേഹം ചീർക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, നിന്റെ കൂടപ്പിറപ്പിനെ കാണുമ്പോൾ, നിന്റെ കൂട്ടുവിശ്വാസിയെ കാണുമ്പോൾ ചീർക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണും മുഖം വീർപ്പിച്ച് നടക്കുമല്ലോ.
നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുവിശ്വാസിയെ കാണുമ്പം, നിൻ്റെ കൂട്ടു സഹോദരനെ കാണുമ്പം, നിൻ്റെ അയൽവക്കത്തുകാരെ കാണുമ്പോൾ, നിൻ്റെ കൂടപ്പുറപ്പിനെ കാണുമ്പോൾ നിൻ്റെ മുഖം കടന്തൽ കുത്തിയ പോലെ ഇരിക്കത്തില്ലെന്ന്. സ്വത്രം. അടുത്തേ സ്വത്രം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ നടപ്പ് നിർമ്മലമായിരിക്കും. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, അഹങ്കാര മനോഭാവത്തോടെ നീ സംസാരിക്കത്തില്ല. നിൻ്റെ പോക്കും വരവും താഴ്മയും വിനയവുമുള്ളതായിരിക്കും. എന്തെങ്കിലും ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കും നീ യാത്ര ചെയ്യുന്നത്. നീ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവനെ കണ്ടിട്ട് കുറ്റം പറഞ്ഞും നിന്നേക്കാൾ ബലഹീനനെ ചവിട്ടിത്താഴ്ത്തും നീ പോകത്തില്ല. നിന്റെ അകത്ത സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നീ അത് ചെയ്യത്തുമില്ല. അടുത്തേ നോക്ക്, ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണെങ്കിൽ നിന്നിലൊരു സ്വാർത്ഥത ഉണ്ടായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ അവനെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിക്കണം, ഞാൻ അവന് കൊടുത്താൽ അവൻ എനിക്കും തരണം, ഞാൻ അവനെ കൈപിടിച്ചു കൊണ്ടുപോയാൽ അവൻ എന്നെയും കൈപിടിച്ചു കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യത്തില്ല എന്ന് പറയുന്നൊരു സ്വാർത്ഥത ആരിലുണ്ടാവത്തില്ല. ദൈവസ്നേഹം ഉള്ളിൽ വസിക്കുന്നവരുണ്ടാവത്തില്ല. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, അവരെല്ലാം ഉയർച്ച പ്രാപിച്ചു, ഞാനോ താഴ്ന്നു കിടക്കുന്നു, ഞാനെന്താ ഉയരാത്തെന്ന് ചോദിച്ചുകൊണ്ട് അസൂയാവഹമായി അവരെ നീ സ്നേഹിക്കത്തില്ല. പിന്നെയോ തുറന്ന മനസ്സോടെ നീ നിന്നേക്കാൾ മറ്റുള്ളവനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കും. അടുത്തേ സ്വത്രം. ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നീ ആരോടും ദേഷ്യപ്പെടത്തില്ല. കടിച്ച് കയറുവാൻ വരുന്ന, അടിച്ചു കൊല്ലുവാൻ വരുന്ന മനുഷ്യൻ്റെ മുമ്പിൽ എന്നാ നീ ഒന്ന് അടിക്കടാ, എന്നാ നീ ഒന്ന് കൊല്ലടാ എന്ന് പറഞ്ഞ് ചാടി അവൻ്റെ നേരെ ചെല്ലത്തില്ല. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിക്കത്തില്ല. എന്തോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ. സ്വത്രം. ചിലരൊക്കെ ചർച്ചിനകത്ത് പറഞ്ഞില്ല, പാസ്റ്ററെ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ പാസ്റ്ററിൻ്റെ തനി സ്വഭാവം അറിയും. ആര് കൊണ്ടുവരുന്നതെന്നറിയാമോ? പിശാച് നിൻ്റെ അകത്ത് കയറുമ്പോൾ വരുന്നതാ. സ്വത്രം. കഴിഞ്ഞ മാസം പാസ്റ്റർ ഇന്നത് പറഞ്ഞിട്ട് ഈ മാസം എന്താ പാസ്റ്റർ മാറ്റി പറയുന്നത്? സ്നേഹത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ട് പിന്നെന്താ ഇങ്ങനെ പൊങ്ങുന്ന നിന്റെ നാവ്? അപ്പം നിന്റെ അകത്ത് എന്തില്ല? ദൈവത്തിൻ്റെ സ്നേഹമില്ല. ദൈവത്തിൻ്റെ സ്നേഹം സഹിക്കുവാനും ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കുവാനും മനസ്സുള്ള സ്നേഹമാണ്. അങ്ങനെ ആ സ്നേഹം ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് വേണം. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അവരുടെ നടുവിൽ നിന്ന് വിടുവിക്കാമെന്ന് പറഞ്ഞാൽ ആ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്കാരും ശത്രുക്കളുണ്ടെന്ന് നീ പറയത്തില്ല. നീ ആരെയും ശത്രുവായി കാണത്തുമില്ല. ശത്രുവിനെ പോലെ മിത്രമായി സ്നേഹിക്കാൻ നിന്റെ ഹൃദയത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവന് വിശക്കുന്നുവെങ്കിൽ തിന്നുവാൻ കൊടുക്കുവിൻ, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുവിൻ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനം നിന്നെ പഠിപ്പിക്കുന്നത് അതാ. മത്സരിച്ചും പിണങ്ങിയും തർക്കിച്ചും വാദിച്ചും കൂടപ്പുറപ്പിനോടും കൂട്ടുവിശ്വാസോടും കൂട്ടുകാരോടും നീ പറഞ്ഞ് യാത്ര ചെയ്താൽ നിന്റെ യാത്ര ശുഭമായിരിക്കത്തില്ല, സുഖമായിരിക്കത്തില്ല. നിനക്കെതിരെ എന്തൊക്കെ ശത്രു കൊണ്ടുവന്നാലും അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്താൽ മതി, ദൈവം കൈകാര്യം ചെയ്തോളും. നിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം അടങ്ങിയിരിക്കണം. സഹിക്കുവാനും ക്ഷമിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അടുത്ത സ്വത്രം. ദോഷം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ ആരെങ്കിലും ദോഷം നിരൂപിച്ചാലും നീ അതിൻ്റെ പുറകെ പോയി അവനെ ന്യായം വിധിക്കാൻ പോവത്തില്ല. എന്തുകൊണ്ട്? ന്യായം വിധിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം നിൻ്റെ അകത്തുള്ളത് കൊണ്ട് നീ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. സ്വത്രം. അടുത്തേ
സ്വത്രം. ദൈവത്തിൻ്റെ സ്നേഹം അകത്തുള്ള ഒരു വ്യക്തി അനീതി കാണുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ട് അവനെ ശാസിക്കാൻ ശ്രമിക്കത്തില്ല. പകരം ആ അനീതിയാണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അതാ യേശുവിൻ്റെ സ്നേഹം. സ്വത്രം. ആ സ്നേഹത്തിൽ നീ വന്നാൽ മാത്രമേ നിന്നിൽ ദൈവപ്രസാദം വെളിപ്പെടത്തുള്ളൂ. അടുത്തേ സ്വത്രം. ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ അകത്തുണ്ടെങ്കിലുണ്ടല്ലോ, നീ എല്ലാം പൊറുക്കും, എല്ലാം സഹിക്കും, എല്ലാവരോടും ക്ഷമിക്കും, എല്ലാറ്റിലും മേലായ ദൈവത്തിൻ്റെ നാമത്തിൽ നീ അവരെ അനുഗ്രഹിക്കും. സ്വത്രം. ഇതാ ദൈവസ്നേഹത്തിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ മഹത്വമത. സ്തോത്രം. സ്നേഹത്തിൻ്റെ മഹത്വമത. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തനിക്കെതിരെ ഒരുപാട് പേർ എഴുന്നേറ്റ് വന്നു. സ്വത്രം. കുറ്റം പറഞ്ഞുകൊണ്ടും ന്യായം ചോദിച്ചുകൊണ്ടും അവൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പഴി ചാർത്തിക്കൊണ്ടും വന്നു. കർത്താവ് അവരാരെയും സ്വത്രം ശാസിച്ചില്ല, അവരെ ആരെയും മാറ്റി നിർത്തിയില്ല. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു. എന്നാൽ ഒരു ചോദ്യത്തിന് മാത്രം കർത്താവ് ഒരു വ്യക്തമായ മറുപടി കൊടുത്തില്ല. പക്ഷെ കൊടുത്തപ്പോൾ അത് ആർക്കും മനസ്സിലായതുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, സ്തോത്രം, നീ ആരാ? സ്തോത്രം. നീ ആരാ? നീ ഏത് അധികാരത്തിൽ ഇതൊക്കെ ചെയ്യുന്നു? ഞങ്ങൾക്ക് പറഞ്ഞു തരിക. സ്വത്രം. കർത്താവ് എന്താ പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്വത്രം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ആത്മാവ് ഉള്ളവൻ അത് വിവേചിച്ചെടുത്തോണം. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് സകലത്തിനും സർവത്തിനും മതിയായവനാണെന്നാണ് പറഞ്ഞൊരർത്ഥം. നിനക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത് സകലതും എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന അതിൻ്റെ അർത്ഥം. സകലത്തിനും സർവത്തിനും മതിയായവനെന്നതിൻ്റെ അർത്ഥം. നോക്ക്, ഹെരോദാവ് പറയുന്നുണ്ട്, സ്വത്രം, പറ, നീ യഹൂദന്മാരുടെ രാജാവാണോ? നിന്നെ വിട്ടയപ്പാൻ എനിക്ക് കഴിയും. സ്വത്രം. കർത്താവ് പറഞ്ഞോ ഞാൻ രാജാവാണെന്ന്? എന്താ പറയാഞ്ഞത്? താൻ രാജാവാണെന്ന് പറഞ്ഞാൽ തൻ്റെ വചനം കേട്ടവർ തലകുനിക്കത്തേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ തല കുനിയത്തില്ല. അതുകൊണ്ട് കർത്താവ് ഒന്ന് തലകുനിച്ചപ്പോൾ തൻ്റെ വചനം കേട്ടവരെ തല ഉയർത്തപ്പെട്ടു. ഈ നല്ല പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ 6ാം പകലിൽ ദൈവമക്കളെ നിങ്ങളോട് പറയുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ദൈവസ്നേഹത്തിൻ്റെ ആഴം നിൻ്റെ അകത്തു വന്നാലുണ്ടല്ലോ, ഈ ലോകത്തിൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. ഒരു ശത്രുവും നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വരത്തില്ല. ഒരു രോഗത്തിനും നിന്നെ അടിമയാക്കാൻ പറ്റത്തില്ല. ഒരു ശാപത്തിലും നീ വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തുമില്ല. ഈ പൈശാചിക ശക്തികളെ ജയിക്കണമെങ്കിൽ സ്വത്രം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നേ പറ്റൂ. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നീ വഴുതിപ്പോയാൽ ദേശത്തെ വാഴുന്ന സകല അന്ധകാര ശക്തി നിൻ്റെ മേളിൽ കുതിര കയറും. ഒടുവിൽ അതിന് അടിമയായി നീ തകർന്നു പോകും. അത് പോകാതെ ഇരിക്കണതിന് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കണം. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, ആ സ്നേഹം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനിലൂടെ തന്ന സ്നേഹമാണ്. അത് മാനവരാശിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് സ്വപുത്രനെ യാഗമാക്കി തീർത്ത സ്നേഹമാണ്. നിന്റെയും എന്നെ കണ്ണുനീര് തുടയ്ക്കുവാൻ സ്വന്തം പുത്രൻ്റെ കരങ്ങളിൽ ആണിയടിച്ചിട്ട് അതിൽ നിന്നൊഴികെ പുണ്യാഹ രക്തത്തിൻ്റെ സ്നേഹമാണ്.
ഈ നല്ല പകൽ പ്രിയ ദൈവമക്കളെ, ആ സ്നേഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ കൂട്ടുവിശ്വാസിയെ, നിൻ്റെ കൂടപ്പറപ്പിനെ നിസ്സാര എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയത്തില്ല. നീ എത്ര ചേർത്ത് പിടിക്കാൻ ചെന്നാലും ഒരു പരിധിവരെ അവർ നിന്നോട് ചേർന്ന് വരത്തില്ല. കാരണം നീ വേർപെട്ട വ്യക്തിയാണ്, നീ വിശുദ്ധിയിൽ ആരാധിക്കുന്ന വ്യക്തിയാണ്, നീ ലോകത്തിൻ്റെ പൈതലല്ല. അത് അവർക്കറിയാം. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവർ നിൻ്റെ കൂടെ കൂടിയാൽ അവരും നിന്നെപ്പോലൊരുനാകുന്നുള്ള ഭയം അവരെ കടന്നു പിടിച്ചിട്ട് നീ എത്ര ചേർത്ത് പിടിക്കാൻ ചെന്നാലും അവർ നിന്നോടുകൂടെ ചേരത്തില്ല എന്ന് കരുതി അവരെ പകച്ച് മാറ്റി നിർത്തരുത്. നീ ഒരു ദൈവപൈതലാണെങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. നീ ഒരു ദൈവപൈതലാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഏതൊക്കെ മുഖാന്തരങ്ങൾ കണ്ടെത്താവോ അതെല്ലാം കണ്ടെത്താൻ ശ്രമിക്കും. ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, യേശുവിൻ്റെ സ്നേഹം അതാ. സ്തോത്രം. നമ്മുടെ കർത്താവ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം വായിച്ചാൽ നാം എന്ത് ചെയ്താൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിലനിൽക്കും, നാം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് കാണുന്നുണ്ട്. സ്തോത്രം. നമുക്ക് പാപം ചെയ്തത് ദൈവകൃപയിൽ നിന്ന് വീണുപോയ മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വർഗത്തിൽ നിന്ന് താണലോകത്തിലേക്ക് വന്ന കർത്താവിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് തൻ്റെ ജീവനാ. സ്തോത്രം. അത് നിൻ്റെ ഭക്തിക്ക് ഉതകുന്നതാ, അത് നിൻ്റെ മുൻപോട്ടുള്ള ശുഭയാത്രയ്ക്ക് വഴിയൊരുക്കുന്നതാ. ആ വഴിയിൽ സ്വത്രം ഒരു വ്യക്തിയെയും തടസ്സമാക്കി നിർത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ വഴി ശുഭകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി സ്വർഗമൊരുക്കുന്ന വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ, അത് നിൻ്റെ അകത്തുനിന്ന് നീങ്ങിപ്പോകരുത്. സ്വത്രം. ക്ഷമിക്കുവാനും സഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനുള്ള മനോഭാവം നിന്നിലുണ്ടെങ്കിൽ അതാ കുഞ്ഞേ ദൈവം, അതാ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെങ്കിൽ അത് വെളിപ്പെടണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. വായിക്കാം. എഫേസ്യർ 6-ാം അധ്യായം 1, 2, 3 വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? അനുസരണം എന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. സ്തോത്രം. മുതിർന്ന അപ്പനും അമ്മയും പറയുന്ന വാക്ക് കേട്ട് അത് അനുസരിക്കണം. സ്തോത്രം. മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം, അറിവുള്ളവർ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ സ്തോത്രം. അവർ പറയുന്ന അനുസരിച്ചാൽ എന്തോ ഉണ്ടാകും? നിനക്ക് നന്മ ഉണ്ടാവും. സ്തോത്രം. അപ്പനും അമ്മയും പറയുന്ന കേട്ട് അനുസരിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ നന്മ നഷ്ടപ്പെടുത്തി കളയാൻ നീ തയ്യാറാവാതെ അപ്പനും അമ്മയും പറയുന്ന കേട്ട് അനുസരിച്ച് യാത്ര ചെയ്യണം. അടുത്തേ. സ്തോത്രം. ആ നന്മ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് എന്തോ ഉണ്ടാവും എന്നറിയാമോ? ദീർഘായുസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവത്തില്ല. നന്മയില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ടെൻഷൻ വരുന്നത്. അതെങ്ങനെയാ ജീവിതത്തിൽ ടെൻഷൻ വരുന്നത്? അയ്യോ അവർക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അയ്യോ അവർ തേണ്ട കാറ് വാങ്ങിച്ചു, അയ്യോ അവർ വീട് വാങ്ങിച്ചു, അയ്യോ അവർ തേണ്ട ഇന്നതൊക്കെ ഉണ്ടാക്കി, ഞാനോ ഒന്നുമല്ലാതായിപ്പോയി. എൻ്റെ ദൈവമേ, ടെൻഷനായിട്ട് വിളിച്ചു ഊവ കിടന്ന്. കർത്താവ് എന്തോ പറഞ്ഞേ? നിൻ്റെ അകത്തെ ദുർചിന്തകളെ വിട്ടുതിരിഞ്ഞ് അവനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പം നിൻ്റെ അകത്ത് അങ്ങനെ ഒരു എരിച്ചിൽ വരുന്നത്, നിൻ്റെ അകത്ത് എന്തില്ല? ദൈവമില്ല. സ്വത്രം. നിൻ്റെ കൂടപ്പിറപ്പ് ഉയർത്തപ്പെടുന്നത് കാണുമ്പോൾ നിൻ്റെ മനസ്സ് അവനോട് പക വെച്ച് പുലർത്തിയാൽ നിൻ്റെ അകത്ത് എന്തില്ല? ദൈവമില്ല. നിൻ്റെ കൂട്ടാളി സന്തോഷിക്കുന്ന കാണുമ്പോൾ ആ സന്തോഷം നിനക്ക് ലഭിച്ചില്ലെങ്കിൽ നിൻ്റെ അകത്ത് എന്തില്ല? ദൈവമില്ല. സ്വത്രം. ദേശത്ത് നിൻ്റെ കൂടപ്പിറപ്പുകൾ ഉയർത്തപ്പെടുമ്പോൾ അതിൽ സന്തോഷിച്ച് അവരെ അനുഗ്രഹിക്കാൻ മനസ്സില്ലെങ്കിൽ നിൻ്റെ അകത്ത് എന്തില്ല? ദൈവമില്ല. ഇനി ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ട്
കേട്ടോണ്ടിരിക്കുന്ന പാസ്റ്റർക്ക് ആമേൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാസ്റ്ററുടെ അകത്തെന്തില്ല? ദൈവമില്ല. സ്തോത്രം. ഇനി നന്നായി പ്രാർത്ഥിക്കുന്ന അച്ചായനും അമ്മാമയും ആ പ്രാർത്ഥനയിൽ നീ പങ്കു ചേർന്നില്ലെങ്കിൽ നിന്നിൽ എന്തില്ല? ദൈവമില്ല. സ്തോത്രം. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും പൊറുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ മാതൃക വെച്ച് പോയ നമ്മുടെ കർത്താവിനെ പിൻപറ്റണം. സ്തോത്രം. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. ബൈബിളിലെ ഓരോ വാക്യം എടുത്ത് വെച്ച് കീറി മുറിച്ച് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ പ്രവർത്തിയിൽ കൊണ്ടുവന്നാൽ നിന്നിൽ എന്തില്ലെന്നറിയാമോ? ദൈവമില്ല. സ്തോത്രം. എങ്ങനെ അത് പ്രവർത്തിയിൽ കൊണ്ടുവരാന്നറിയാമോ? നിന്റെ മുഖത്ത് നോക്കി നിന്നെ കൊല്ലും, തിന്നും, നിന്നെ തകർക്കുമെന്ന് പറയുന്നതിനെ നോക്കി ചിരിക്കണം. സ്തോത്രം. അപ്പം അവൻ്റെ അകത്തൊരു വെപ്രാളം കയറും. എടാ, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ള അവൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കും. കാരണം അകത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദോഷമായി ഒന്നും നിനക്ക് വന്നു ഭവിക്കത്തില്ലെന്ന്. സ്തോത്രം. സ്തോത്രം. അപ്പം പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവരാൻ പലർക്കും കഴിയാതെ പോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവ കോപം അവരിൽ നിന്ന് മാറിപ്പോവത്തില്ല, ദൈവിക ശാപം അവരിൽ നിന്ന് നീങ്ങിപ്പോവത്തില്ല. ഈ നല്ല പകലിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കണമെങ്കിൽ വചനം പഠിച്ചേ മതിയാകൂ. സ്തോത്രം. കർത്താവ് തന്ന മാതൃക പിൻപറ്റിയേ മതിയാകൂ. പ്രതിഫലം നോക്കാതെ, സ്തോത്രം, പ്രതിഫലം നോക്കാതെ കർത്താവ് നിനക്ക് സ്നേഹം നൽകി തന്നെങ്കിൽ, നിനക്ക് ദീർഘായുസ് തന്നെങ്കിൽ, നിനക്ക് ഭവനം തന്നെങ്കിൽ, നിനക്ക് മക്കളെ തന്നെങ്കിൽ, സ്തോത്രം, അതുപോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്തോത്രം. സ്നേഹം സ്വാർത്ഥമാകരുത്. സ്തോത്രം. ആ സ്വാർത്ഥത നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? വലിയ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. സ്തോത്രം. നോക്ക്, പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന സ്നേഹം, അതാ യേശു കർത്താവ്, സ്തോത്രം, തൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ നടുവിൽ പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, താൻ ആ പ്രസംഗിച്ചത് പ്രവർത്തിച്ചു കാണിച്ചു. എനിക്കും നമ്മുടെ വിശ്വാസികളോട് പറയാനുള്ളത്, നമുക്ക് ആർക്കും വാരിക്കോരി കൊടുക്കാനൊന്നുമില്ലെങ്കിലും സ്നേഹം കൊണ്ട് അവരെ വീണ്ടെടുക്കാൻ കഴിയും. ഒന്ന് ക്ഷമിച്ചാൽ 9 പ്രാവശ്യം നീ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് മറ്റുള്ള മുമ്പിൽ നീ ഒന്ന് താണു കൊടുത്താൽ 100 വട്ടം നീ ഉയർത്തപ്പെടും. സ്തോത്രം. വാഗ്വാദവും പിടിവാശിയും മത്സരവും പിണക്കവുമായി എന്തൊക്കെയോ ചെയ്തു കൂട്ടാമെന്ന് പറഞ്ഞ് മറ്റുള്ള മുമ്പിൽ നീ ഞെളിഞ്ഞാൽ നിന്റെ തല കുനിയുന്ന സാഹചര്യത്തിൽ ആരും നിന്റെ കൂടെ കാണത്തില്ല. എന്നാൽ ഞാൻ ഒന്നുമില്ല ദൈവമേ എന്ന് പറഞ്ഞ് ലോകരുടെ മുമ്പിലും സഭയ്ക്കകത്തും മനുഷ്യരുടെ നടുവിലും സ്വയം ഒന്ന് താഴ്ത്തിക്കൊടുത്ത് നോക്ക്, ദേശത്ത് നീ ഉയർത്തപ്പെടും. നീ ഉയർത്തപ്പെടുന്നതിനൊപ്പം നിന്റെ മക്കളും ഉയർത്തപ്പെടും. സ്തോത്രം. അതെങ്ങനെയാ പാസ്റ്ററെ ഞാൻ താഴ്ത്തുമ്പം എൻ്റെ മക്കൾ ഉയർത്തപ്പെടുന്നത്? സ്തോത്രം. അല്ലേ? ആ ഒരു ചിന്ത വരുന്നില്ലേ? സ്തോത്രം. നിൻ്റെ അനുഗ്രഹം നാട്ടുകാർ കൊണ്ടുപോയി തിന്നത്തില്ല, അത് നിൻ്റെ മക്കൾ തിന്നും. സ്തോത്രം. വചനം അങ്ങനെയല്ലേ പറയുന്നേ? സങ്കീർത്തനം 128 2 വാക്യം, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, പോവത്തില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് ആ നന്മ വരുന്നത്. നാം എല്ലാവരും ജീവിതയാത്രയിൽ പലപ്പോഴും തോറ്റു പോകുന്ന എവിടാന്നറിയാമോ? ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ്. സ്തോത്രം. അത് അനുഭവിച്ചിട്ട് അത് പങ്കുവയ്പ്പാൻ തയ്യാറാകാതെ സ്വാർത്ഥത അകത്ത് കയറുമ്പോഴാണ് തോറ്റു പോകുന്നത്. ഈ പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. സ്തോത്രം.
ഞാൻ എന്നേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെയും സ്നേഹിക്കുന്നുണ്ട്. സ്വത്രം. ആ സ്നേഹത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെയും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിൽ ദുഷ്ടാത്മസേനയ്ക്കോ കഴിയത്തില്ല. കാരണം നിന്നെ നയിക്കുന്നത് ലോക മനുഷ്യനല്ല, സർവശക്തനായ കർത്താവാ. ആ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ശത്രു നിന്റെ പാദപീഠമാകും. യേശു കർത്താവ് ജനത്തെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെ ബോധിപ്പിക്കാം, ഓർമ്മിപ്പിച്ചുണർത്താം. സ്വത്രം. അത് യേശു പറഞ്ഞതാ. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും സ്വത്രം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ആ തെറ്റ് സംഭവിച്ചാൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുമടക്കി ആ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആഗ്രഹിച്ചാൽ ഒരിക്കലും ലോകത്തിനു മുമ്പിൽ നിന്നെ ശത്രു ബന്ധിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. അതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. ആ സ്നേഹം നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്താലുണ്ടല്ലോ, നിനക്ക് ആരും ശത്രുക്കളുണ്ടെന്ന് നിനക്ക് പറയാൻ കഴിയത്തില്ല. സ്വത്രം. നിനക്കെതിരെ എത്ര വലിയ ശത്രു എഴുന്നേറ്റ് വന്നാലും അല്പകാലം കഴിയുമ്പം അവർ സോറി പറയും. സ്വത്രം. അതാ നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ പവർ. സ്വത്രം. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. സ്വത്രം. ആ ദൈവത്തിൻ്റെ പവർ ഇത്രത്തോളം വലിയതാണെങ്കിൽ കുഞ്ഞ് നിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നറിയാമോ? സ്വത്രം. നമ്മെ വീണ്ടെടുക്കുവാൻ സ്വർഗലോകത്ത് നിന്ന് താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് നമുക്ക് വേണ്ടി സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായി നിന്നെങ്കിൽ സ്തോത്രം. ആ യേശുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനാവലി ഒരുമിച്ച് ആർത്ത് വിളിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം പറയട്ടെ, നൊന്തുപറ്റ അമ്മ പോലും തൻ്റെ കഷ്ടതകൾ തൻ്റെ കൂടെ നിന്നില്ല. സ്വത്രം. ആ അമ്മയും മാറി നിന്ന് നിലവിളിച്ചതേ ഉള്ളൂ. ശരിയല്ലേ? സ്വത്രം. പത്രോസ് പറഞ്ഞ്, യേശുവേ, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടേച്ച് പോവത്തില്ല, നിന്നെ തള്ളി പറയത്തുമില്ല. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം നീനെ തള്ളിപ്പറയടാ. സ്വത്രം. സ്വത്രം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത വലിയ ചാടിക്കയറി തീരുമാനം എടുക്കാമെന്ന്? സാവകാശം തീരുമാനിച്ചാൽ മതി. സ്വത്രം. നിന്റെ സകല സ്വഭാവവും ദൈവത്തിനറിയാം. സ്വത്രം. വചനം പറയുന്നുണ്ടല്ലോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെന്ന്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര മാനസാന്തരപ്പെട്ടാലും ഇല്ല. വചനം പറയുന്ന പോലെ പിന്നെ നാട്ടിൽ ഈ പഴഞ്ചൊല്ലുള്ള മുഴുത്ത മാനസാന്തരം 3 മാസം. എന്നാൽ ഇന്ന് പകലിൽ നിങ്ങോട്ട് പറയട്ടെ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവൻ്റെ കിരീടം പ്രാപിക്കാമെന്ന് അഭിഷക്തൻ നിന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള ആ വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കണം. നിന്നെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞൊന്നും വരത്തില്ല, പക്ഷെ അവരുടെ മുമ്പിൽ കെട്ട ജീവിതം നയിക്കാൻ നീ നിന്നു കൊടുക്കരുത്. മനസ്സിലായോ? നിന്നെക്കുറിച്ച് തിന്മയെ ആൾക്കാർ വന്ന് എത്ര നന്മ ചെയ്യാലും, നീ എന്തെല്ലാം നന്മ ദേശത്ത് കാട്ടിക്കൂട്ടിയാലും അതൊന്നും അവർ അംഗീകരിക്കത്തുമില്ല. തരം കിട്ടിയാൽ നിനക്ക് നല്ല തല്ലുകൂടെ തന്ന് നിന്നെ വിടാനേ അവർ നോക്കത്തുള്ളൂ. സ്വത്രം. യേശു കർത്താവിനും അതല്ലേ കിട്ടിയത്. സ്വത്രം. സ്വത്രം. നമ്മുടെ രക്ഷകനായി, മാനവരാശിയുടെ രക്ഷകനായി, ലോകത്തിൻ്റെ പാപമോചകനായി വന്ന യേശുവിനെ പോലും അവർ വെറുതെ വിട്ടില്ലെങ്കിൽ പിന്നെ നീ ഞാനും സ്വത്രം വെറുതെ വിടുവോ? നിന്നെയും എന്നെ വെറുതെ വിടുവോ? എന്നാൽ ഇന്ന് പകൽക്കാലം തിരുവഴുത്തിൽ പറയുന്ന പ്രകാരം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എൻ്റെ ദൈവം അറിയാതെ നിൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും താഴെ വീഴത്തില്ലെന്ന് നീ വിശ്വസിക്കുക. സ്തോത്രം. അവസാന നിമിഷം സകല പാപവും സകല ശാപവും പേറി
നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പച്ച പൈന്മര കുരിശും ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും ഗോൽഗോഥാവിൻ്റെ കൊടുമുടിയിലേക്ക് യേശു കയറിപ്പോകുമ്പോൾ യെരുശലേം പുത്രിമാർ ചെന്തൊന്ന് താങ്ങുവാനില്ലാതെ, ഒരിറ്റു വെള്ളം കൊടുക്കുവാനില്ലാതെ, സ്വത്രം വെള്ളം കൊടുക്കുവാൻ ചെന്നവരെല്ലാം തട്ടിമാറ്റി, സ്വത്രം സഹായിക്കാൻ ആരുമില്ലാതെ ദൂരത്ത് മാറിന്ന് വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം, എന്നെ ചൊല്ലി കരയണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നവനാ, നിങ്ങളുടെ പാപങ്ങളെ ചുമക്കാൻ വന്നവനാ, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരാൻ വന്നവനാ, നിൻ്റെ കണ്ണിന് കാഴ്ച തരുവാൻ വന്നവനാ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും മാറ്റി നിന്നെ ജയത്തോടെ നടത്താൻ വന്നവനാ. അതുകൊണ്ട് ഞാനിത് വഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞോ? സ്വത്രം. കാരണം ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടും ദൈവ മഹത്വം എന്താണെന്ന് വചനത്തിലൂടെ കേട്ടിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് ഉയർച്ച പ്രാപിച്ചവരെ ഉയർച്ച കണ്ടിട്ടും നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ വചനം നിങ്ങൾ അനുസരിച്ചില്ല. അതുകൊണ്ട് ആ തലമുറ അനുഭവിക്കാൻ പോകുന്ന പങ്കപ്പാടുകളെ ഓർത്ത് കരഞ്ഞോളാനാ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒടുവിൽ കുരിശും ചുമന്നുകൊണ്ട് മലയുടെ മുകളിൽ ചെന്ന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ താൻ ക്രൂശിക്കപ്പെടുമ്പോൾ, സ്വത്രം, ഒരു കള്ളൻ അപ്പുറത്തും ഒരു കള്ളൻ ഇപ്പുറത്തും യേശു നടുക്കുമായി ക്രൂശിൽ കിടക്കുമ്പോൾ ദേ ഒരുത്തം വിളിച്ചു പറയുക, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അത്രം ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെയും കൂടെ രക്ഷിക്കുന്നു. സ്വത്രം. ചാവാം നേരത്തും രക്ഷപ്പെടത്തില്ലെന്ന് അറിയുമ്പോഴെങ്കിലും രക്ഷയ്ക്കായി നീ ദൈവസന്നിധി വന്ന നിനക്ക് രക്ഷയാ. അതല്ല നീ എന്തൊക്കെയാണ് എന്നങ്ങ് തീരുമാനിച്ച നിന്റെ കാര്യം പോക്ക. അവിടെ നിന്ന് വിടുവിക്കാൻ ആരും വരത്തില്ല. സ്വത്രം. മനസ്സിലാക്കണേ, അവൻ പറഞ്ഞ വാക്കിതാണ്, നീ ആദ്യം നിന്നെ രക്ഷിക്ക്, അത് കഴിഞ്ഞ് എന്നെയും കൂടെ രക്ഷിക്ക്. അനുസരിക്കാൻ മനസ്സില്ല, കണ്ടതും കേട്ടതും അംഗീകരിക്കാൻ മനസ്സില്ല. ഇപ്പോഴും അകന്നു മാറി ക്രൂശിന്റെ ശത്രുക്കളായി നീ പോകുമ്പോൾ നിന്റെ മേലിൽ വരാൻ പോകുന്ന ന്യായവിധി എന്താണെന്ന് നീ അറിയോ മനുഷ്യ? നീ നിന്റെ തലമുറയോർത്ത് കരയുന്ന നാൾ വരും, നിന്റെ കൂട്ടാളിയോർത്ത് കരയുന്ന നാൾ വരും, നിന്റെ ഭാവി ഓർത്ത് കരയുന്ന നാൾ വരും. അത് വരാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന് മഹത്വമുള്ളവനായി ദൈവത്തിന്റെ സ്നേഹത്തിൽ അധിവസിക്കാൻ ശ്രമിക്കുക, ദൈവവചന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ. തൻ്റെ ഇടതുവശത്ത് കിടന്ന് ദുഷിക്കുന്ന ആ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനെ ഓർത്ത് കർത്താവ് മൗനം പാലിച്ചപ്പോൾ, സ്വത്രം, വലതുവശത്ത് കിടക്കുന്ന കള്ളം പറഞ്ഞു, കർത്താവേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുന്നു, ഞാനും നീയും ഒരു സമശിക്ഷയിൽ വന്നിരിക്കുന്നു, എന്നാൽ നീയോ പാപം ചെയ്യാത്തവൻ, പരിശുദ്ധൻ. നിന്റെ കരതലത്താൽ മാനവരാശിയുടെ വീണ്ടെടുപ്പുണ്ടായി, മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് തിരിച്ചറിഞ്ഞു. എന്നിട്ടും അവർ നിനക്ക് തന്നത് ഈ ക്രൂശ് മരണമെങ്കിൽ എനിക്കറിയാം നീ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്നെ കൈവിട്ട് കളയല്ലേ, എന്നെ കൂടി ഓർത്തോണമേ എന്ന്, സ്തോത്രം, ആ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ പറഞ്ഞു. അത് കേട്ട ക്രിസ്തു അവനെ കൂടി ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വന്തം ചുമലിൽ തലചായ്ച്ച് പ്രാണനെ വിട്ടു. സ്തോത്രം. യഹൂദന്മാരെല്ലാം അട്ടഹസിച്ചു, ആർത്തുചിരിച്ചു. ആ പട്ടണം മുഴുവനും കലങ്ങിപ്പോയി. സ്തോത്രം.
ദേവാലയത്തിൻ്റെ തിരശ്ശീല അന്ന് വരെയും ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ അടുക്കാതെ അകറ്റി നിർത്തിയിരുന്ന പുരോഹിത വർഗത്തിൻ്റെ ചട്ടക്കൂടുകൾ മേൽത്തൊട്ട് അടിവരെ രണ്ടായി കീറി മാനവരാശിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഡയറക്റ്റായിട്ട് വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാനുള്ള അവസരം കർത്താവിൻ്റെ ക്രൂശുമരണത്തോടു കൂടി ലഭിച്ചു. പോരാഞ്ഞിട്ടോ രാജകീയ കൂടാരങ്ങളിൽ രാജപദവിയിൽ അധികാരി വർഗങ്ങളിൽ സ്വസ്ഥതയില്ലാ തിളക്കം തട്ടി. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ സ്നേഹവും എന്നിലുള്ള കൃപയും എൻ്റെ ദയയും നിന്നിൽ നിന്ന് വിട്ടുപോകത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ കൃപയിൽ നിൽക്കുന്ന നീ ദൈവസ്നേഹത്തിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ സങ്കീർത്തനം 91:10-11 പറയുന്നത് പോലെ ഒരനർത്ഥവും നിനക്ക് വരാതെ സർവശക്തനായ ദൈവം സൂക്ഷിക്കും. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. അപ്പം ദൈവമക്കളാകണമെങ്കിൽ എന്താ വേണം? കർത്താവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നീ വസിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ നീ ആശ്രയിക്കണം. അങ്ങനെയാണെങ്കിൽ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഉറപ്പുള്ളവനായി ഈ ഭൂതലത്തിൽ പാർക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് പിയായിൻ്റെ സ്വഭാവം കാണിച്ച് ലോകത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ കഷ്ടതയും കണ്ണുനീരും രോഗവും ദുഃഖവും ദുരിതവും നിന്നെ വിട്ട് പോകത്തില്ല. ശാപം നിന്നെ കടന്നു പിടിച്ചിട്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മ മുഴുവനും ലോകർ കൊണ്ടുപോകും. കള്ളന്മാരായ വൈദ്യന്മാർ കൊണ്ടുപോകും. സ്വത്രം. നിന്നെ ചതിച്ചും കളിപ്പിച്ചും വെട്ടിച്ചതിനെ തകർക്കാൻ നിൽക്കുന്ന മന്ത്രവാദി കൊണ്ടുപോകും. നീ അറിയാതെ നിന്റെ നന്മ നിന്ന് ചോർന്നു പോകും. ദൈവകോപം നിന്റെ മേൽ വന്നിട്ട് നിന്റെ തലമുറ നശിച്ചു പോകും. അങ്ങനെ വരാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ, ദൈവകൃപയിൽ വചനം പറയുന്ന പ്രകാരം. സ്വത്രം. എന്താ വചനം പറയുന്നത്? വായിക്കാം. 128 സങ്കീർത്തനം അതിന് 1 മുതൽ താഴോട്ട് പെട്ടെന്ന് നിർത്തി വായിച്ചേ. യഹോവയെ ഭയപ്പെടണം. വെയിറ്റ്. യഹോവയെ ഭയപ്പെടണം. സ്വത്രം. പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിൽ നടക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്രം നിന്റെ ദൈവമായ യഹോവയല്ലാതെ അപ്പം ദൈവത്തിൻ്റെ വഴി നടക്കുന്നത് അങ്ങനെയാ. അന്യ ദൈവങ്ങളെ നോക്കാതെ ദൈവത്തെ നോക്കണം. ദൈവം ഒരുവനേ ഉള്ളൂ. സ്വത്രം. ആ ഒരുവനാണ് സകല മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായി കാൽവറി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ള ചോരവരെയും ഒഴുക്കി പ്രാണനെ വിട്ട് നിന്നെ നിത്യതയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയവൻ. ആ കർത്താവിനെ അനുസരിക്കണം. അവൻ്റെ വചനപ്രകാരം യാത്ര നടത്തേ. അങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ വഴി നടന്നാൽ നിന്റെ കൈകളുടെ അധ്വാനഫലം ലോകര് കൊണ്ടുപോകത്തില്ല. നീ തന്നെ തിന്നും. നീ മാത്രമാണോ? അല്ല, നിന്റെ മക്കളും നിന്റെ കൂട്ടാളിയും അതിൻ്റെ ഓഹരിക്കാരാ. അടുത്തേ. സ്വത്രം. അങ്ങനെ ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന നീ നശിച്ചവനെന്നല്ല പറഞ്ഞത്, ഭാഗ്യം ചെയ്തവനാ.
സ്തോത്രം. വേറെ എന്ത് ചെയ്താലും നിനക്ക് ആ ഭാഗ്യം ലഭിക്കത്തില്ല. നേർച്ച നടത്തിയാൽ, കാഴ്ച നടത്തിയാൽ, ഉരുണ്ടാൽ, ചാടിയാൽ, തുള്ളിയാൽ, മല കയറിയാൽ ഒന്നും നിനക്ക് ആ ഭാഗ്യം ലഭിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നിൻ്റെ ആരോഗ്യവും പോയി കിട്ടും, നിൻ്റെ സമ്പത്തും പോയി കിട്ടും, നിൻ്റെ സമയവും പോയി കിട്ടും. അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്ക് ലഭിക്കത്തില്ല. കാരണം നീ പോകുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വചനപ്രകാരമല്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമല്ല, ദൈവത്തോട് ചോദിച്ചിട്ടല്ല. നിൻ്റെ ബുദ്ധിക്കകത്ത് പൊങ്ങി വന്ന ചില കാഴ്ചപ്പാടുകൾ വെളിച്ചത്തിലാണ് നീ പോകുന്നത്. പലരും പറയുന്ന കേട്ടാ നീ പോയത്. നിൻ്റെ കയ്യിൽ വിശുദ്ധ ബൈബിൾ ഇരുന്നിട്ടും അതൊന്ന് തുറന്നു നോക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യമാണോ അതോ ഇവർ പറയുന്ന സത്യമാണോ എന്ന് പരിശോധിക്കാതെ നീ വല്ലവരുടെ വാക്ക് കേട്ടിട്ട് പോകുന്നുണ്ട്. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം പാഴായിപ്പോകും, നിൻ്റെ നന്മ പോയി കിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. സ്വത്രം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന സ്വത്രം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന സഹോദര, നിൻ്റെ ഭാര്യ അയലത്തെ വീട്ടിൽ പോയിരുന്നു നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. സ്വത്രം. നാട്ടുകാരെയും വീട്ടുകാരെയും കാര്യം പറഞ്ഞ് കൈയടിച്ച് ചിരിക്കത്തില്ല. വീടിനകത്തിരിക്കുമെന്ന് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അങ്ങനെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മാമ്മ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പുറത്തു വരും. പ്രാക്കളെ പോലെ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പത്രം. വാടിയ മുഖത്തോടെ ആയിരിക്കത്തില്ല അമ്മമ്മ പുറത്തു വരുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണിൽ നിന്ന് വരുന്ന തേജസ്സിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകളുമായിട്ട് പുറത്തു വരും. സ്വത്രം. അങ്ങനെ നീ സന്തോഷിക്കുമ്പോൾ നിൻ്റെ കൂട്ടാളി നിന്നോട് കൂടെ ചേർന്ന് സന്തോഷിക്കും. അങ്ങനെ നീ സന്തോഷിക്കുമ്പോൾ നിൻ്റെ മക്കളും സന്തോഷിക്കും. അടുത്ത പെട്ടെന്ന് വായിച്ചോ, നിർത്തിക്കോ. അവന്മാര് സന്ധ്യ വാങ്ങുമ്പോൾ കള്ളുകട കാണത്തില്ല, ചീട്ടുകളത്തി കാണത്തില്ല, ചീത്ത വിളിക്കുന്നവരുടെ കൂടെ നിൽക്കത്തില്ല, തെരുവോരങ്ങൾ കവലെ പോയിരുന്ന നാട്ടുകാരെ കുറ്റവും കുറവും പറയത്തില്ല. ആരുടെ മക്കള്? ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന, ദൈവവചന പ്രകാരം യാത്ര ചെയ്യുന്ന മക്കള്. സ്വത്രം. ബാക്കിയെല്ലാം വഴി കിടക്കും. സ്വത്രം. നിൻ്റെ മക്കൾ സന്ധ്യ മയങ്ങുമ്പം നിൻ്റെ വീടിനകത്തുണ്ടാകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അടുത്തേ സ്വത്രം 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 സ്വത്രം. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നത്. സ്വത്രം. എൻ്റെ കർത്താവേ, ഉപവസിക്കാൻ എൻ്റെ അച്ചായനുണ്ടായിരുന്നില്ല, ഉപവസിക്കാൻ എൻ്റെ മക്കളുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമാണ് കഴിഞ്ഞ 6 ദിവസവും നിൻ്റെ സെല്ലിൽ ഉപവസിച്ചു, എന്നിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നല്ലല്ലോ കർത്താവേ പറഞ്ഞത്, ഇല്ലയോ? ആണോ? എന്താ പറഞ്ഞത്? പുരുഷൻ അനുഗ്രഹിക്കപ്പെടുമെന്ന സഹോദരി പറയുക. എൻ്റെ ഭർത്താവ്, ഞാൻ അങ്ങാര് പ്രാർത്ഥിക്കാനില്ലായിരുന്നു, അങ്ങാര് ഉപവസിക്കാനില്ലായിരുന്നു, അങ്ങാര് സമയത്ത് പള്ളിയിലും വന്നിട്ട്, പക്ഷെ അങ്ങാര് അനുഗ്രഹിക്കപ്പെടാന്നല്ല ദൈവമേ നീ പറഞ്ഞത്. കുഞ്ഞേ, നീ നിൻ്റെ വീടിനകത്തും ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും അധ്വാനിക്കാൻ പോയിരിക്കുക, ആഹാരം തേടി പോയിരിക്കുക നിൻ്റെ കൂട്ടാളി. സ്വത്രം. അവൻ കള്ളുകടയിലല്ല പോയത്, സിനിമാ തിയേറ്ററിലല്ല പോയത്, ചീട്ട് കളിക്കാനല്ല പോയത്, നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആഹാരം തേടി പോയേക്കുക. ആ അധ്വാനത്തിൻ്റെ ഫലം ഒരു കള്ളുകടക്കാരനും കൊണ്ടുപോകത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ ആ അധ്വാനത്തിൻ്റെ ഫലം ഒരു തിയേറ്ററുകാരും കൊണ്ടുപോകത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കൂട്ടാളി രോഗിയായി മാറത്തില്ല, ഉള്ള രോഗം വിട്ടുപോകും. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കൂട്ടാളിയുടെ കാര്യത്തിൽ നന്മ വരും. അത് എണ്ണമില്ലാത്ത അളവില്ലാത്ത നന്മ കൊണ്ട് എൻ്റെ ദൈവം നിന്റെ കൂട്ടാളിയെ നിറയ്ക്കും. അപ്പം നീ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കൂട്ടാളിക്ക് വേണ്ടിയാ. നീ നിറയുമ്പോൾ, നിന്റെ കരത്തിൽ നിറയുമ്പോൾ നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ മൂലം നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ കൂടപ്പുറപ്പുകളും നിന്റെ ദേശവും അനുഗ്രഹിക്കപ്പെടും. ഒരു അല്ലല്ലേ പറയുക, പറ. സ്തോത്രം. അടുത്തൊരു 2 വാക്ക് കൂടെ ഉണ്ട്. സ്തോത്രം.
അങ്ങനെ നന്മ വന്നാൽ മാത്രം പോരല്ലോ. അനുഗ്രഹം വരും, വീടിനകത്ത് സന്തോഷമുണ്ടാകും. പിന്നെന്തോ പറയുന്നത്? സ്വത്രം. യഹോവ പ്രാർത്ഥിക്കുന്ന അമ്മാമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുമെന്ന്. അല്ലാതെ പാസ്റ്റർ കൊണ്ട് തരുമെന്നല്ല പറഞ്ഞത്. സ്വത്രം. കൂട്ടുവിശ്വാസം കൊണ്ട് തരുമെന്നല്ല പറഞ്ഞത്. കൂട്ടുവിശ്വാസി തന്നാലും പാസ്റ്റർ തന്നാലും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് നിന്റെ കൂട്ടാളിയുടെ കരത്തിൽ എണ്ണമില്ലാത്ത നന്മ കൊണ്ട് നിറപ്പാൻ നീ പ്രാർത്ഥിക്കുന്ന, നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. അത് നിന്റെ കൂട്ടാളിയുടെ കരത്തിൽ സ്വർഗം എത്തിച്ചു കൊടുക്കുമെന്ന്. അത്രം. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അവരെ ന്യായം വിധിച്ച്, ഇവരെ ന്യായം വിധിച്ച്, അവരെയും കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം വിധിച്ച് വീടിനകത്തിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പ്രിയപ്പെട്ട സഹോദരി, നീ ആഗ്രഹിക്കുന്ന നന്മ ഉണ്ടാവത്തില്ല. ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഉപവസിക്കേണ്ട സമയത്ത് വേർപെട്ടിരുന്ന് ഉപവസിക്കണം. കർത്താവ് പറയുന്നില്ല 24 മണിക്കൂർ നീ പ്രാർത്ഥിക്കെന്ന്. ലഭിക്കുന്ന സമയം മാറ്റിവെച്ച് ദൈവത്തിന് വിശുദ്ധമായി ദൈവത്തോടു കൂടെ വസിച്ചാൽ സ്വത്രം നിന്റെ ആയുഷ്കാലം മുഴുവനും നീ യെരൂശലേമിൻ്റെ നന്മ കാണും. നിന്റെ മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വത്രം. ആകയാൽ കർത്താവിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവ് നിന്നെ അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനാ. പരിശുദ്ധനെ, അവിടുത്തെ മഹത്വം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ കർത്താവേ, 5 പകലും 5 രാത്രിയിലും നീ ഞങ്ങളോട് സംസാരിച്ചു. ഈ പകൽക്കാലം അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. അപ്പാ, വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിന് അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. നാളെ നടക്കുന്ന കർത്തൃമേശയും വിശുദ്ധ ആരാധനയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം ഏത് കാതിൽ ചെല്ലുന്നോ, ഈ വചനം ആരൊക്കെ ശ്രവിക്കുന്നുവോ, അപ്പച്ചാ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടപ്പച്ച. അപ്പച്ചാ അവരെല്ലാവരും അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കട്ടപ്പച്ച. അവരെല്ലാവരുടെ വചനത്താൽ ജീവിക്കട്ടപ്പച്ച. ഏതൊക്കെ ഹൃദയങ്ങളിൽ വേദനയുണ്ടോ, ആരൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്നുവോ, അവിടെ എല്ലാ ഹൃദയങ്ങളിലും ഒരാശ്വാസം വെളിപ്പെടണം കർത്താവേ. ഈ വചനം ജീവനായി അനേക ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തട്ടെ കർത്താവേ. അതിനായി നീ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. ജീവിക്കുന്ന കാലം അങ്ങയ്ക്ക് മഹത്വമുള്ള നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിപ്പോൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കുക. സ്തോത്രം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ആമേൻ.